അതൊക്കെ ശരി തന്നെ. പെട്ടെന്ന് ഒരു ദിവസം വന്ന് വേലു എന്റെ ചേട്ടനാന്ന് പറഞ്ഞ എന്താ പറയാ? വേലു ഈ വീട്ടിലെ കുഞ്ഞാ, അവൻ എന്റെ പേരക്കുട്ടിയാ. മുത്തശ്ശി നന്നായി ഒന്ന് ആലോചിച്ചു. നിങ്ങളുടെ ജോലി അതെന്റെ ചേട്ടൻ തന്നെയാ. രണ്ടുപേരെയും ഒരേ അച്ചി വാർത്ത പോലെ. നോക്ക്, വെറുതെ ഇവിടെ വാചകടിച്ച് നിക്കണ്ട. എടാ പറഞ്ഞേക്ക്. പറഞ്ഞില്ലേ പൊയ്ക്കോ. നിന്നെ ചക്രപാണിയുടെ ആളുകളുടെ അടുത്ത് നിന്ന് രക്ഷിച്ചത് തന്നെ തെറ്റായി പോയി. ഓടാ. മുത്തശ്ശി എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് വേലുവിന്റെ ജാതകം മാത്രം ഒന്ന് കാണിക്കൂ. എന്തിനാണ് നിനക്ക് ജാതകം? ആരോടാണ് നീ ജാതകം ചോദിക്കുന്നത്? നോക്കു മോനെ, അവന് ജാതകം എഴുതിയിട്ടില്ല. ഞങ്ങൾക്ക് ജാതകം വേണ്ട. അപ്പോ വേലു ജനിച്ചത് എന്താണെന്നെങ്കിലും. എന്തിനാണ് നീ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ഞാൻ ജനിച്ച ദിവസം ഈ ലൈസൻസിലുണ്ട്. അതുപോലെ വേലു ജനിച്ച തീയതി. എടാ നിന്നോടൊക്കെ പറഞ്ഞ മനസ്സിലാവത്തില്ല. മെയ് 25 വേലുവിന്റെ പിറന്നാള്. ഓ കേട്ടോ? കേട്ടില്ലേ? ഓടാ ഓടാ. മെയ് 25. മെയ് 25. മെയ് 24 രാത്രിയാണ് വേലുവിനെ ട്രെയിനിൽ വെച്ച് നഷ്ടമായത്. അതിനടുത്ത ദിവസമാണ് നിങ്ങൾക്ക് അവനെ കിട്ടിയിരിക്കുന്നത്. അവൻ ജനിച്ച എന്നാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അവനെ കിട്ടിയ ദിവസം നിങ്ങൾ ജന്മദിനമായി ആഘോഷിക്കുക. അതാണ് സത്യം. വേലുവിന്റെ ചേട്ടൻ തന്നെയാ. സത്യം ചെയ്യ്. ഈ കൊച്ചിന്റെ തലേ തൊട്ട് സത്യം ചെയ്യ്. വേലുവിന്റെ ചേട്ടൻ തന്നെയല്ലേ? വേലുവിന്റെ ചേട്ടനല്ലേ? പറയേ, സത്യം ചെയ്യാൻ പറയേ. വേലു ഇവിടുത്തെ പയ്യനാ. വേലു ഞങ്ങളുടെ മോനല്ല, എന്റെ പേരക്കുട്ടിയല്ല. മോനെ മനസ്സിലാക്ക്, അവനാണ് ഞങ്ങളുടെ ജീവൻ. അവനെ വന്ന് ചോദിച്ച എങ്ങനെ തരാനാ? നീ തന്നെ പറ. ദൈവേത് നീ ഇവിടുന്ന് പോയിക്കോ, പോയിക്കോ, വേഗം പോ. എന്റെ അമ്മ 27 വർഷമായി സ്വന്തം മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പോകാത്ത അമ്പലങ്ങളില്ല, നേരാത്ത നേർച്ചയില്ല. ഒരമ്മയുടെ ഹൃദയവേദന എന്താണെന്ന് മനസ്സിലാക്കണം മുത്തശ്ശി. നീ ഒന്ന് ആലോചിക്ക്, 27 വർഷം ഞാൻ എങ്ങനെയാണ് അവളെ വളർത്തിയതെന്ന്. പെട്ടെന്ന് അവനോട് നീ ഈ വീട്ടിലെ കുഞ്ഞല്ല, ഇവന്റെ കൂടെ പോയിക്കോ എന്ന് എങ്ങനെ ഞാൻ പറയും? അവനോട് എങ്ങനെ ഞാൻ പറയും? പറ. ദൈവം പോയിക്കോ. മോനെ ദേവൻ വരുന്നുണ്ട്. നീ വേഗം പോ, മര്യാദയ്ക്ക് വേലു ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പോടാ. പറ്റില്ല. വേലുവിനെ കാണാൻ ഞാൻ പോവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. വേലു വരുന്നതിന് മുമ്പ് ഇവനെ പൊക്കി എടുക്കടാ. ഞാൻ വേലുവിനെ കണ്ടിട്ടേ പോവും. എന്നെ വിടാൻ. അകത്തേക്ക് പോ. വണ്ടി ഓഫ് ചെയ്യേ. ഒറ്റ വണ്ടി എടുക്കരുത്. എന്താ മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുന്നേ? ഒന്നുമില്ല മോനെ, നിന്നെ നോക്കി നിന്നതാ. വലിച്ച ആ രണ്ടുപേരുടെ കൈ ഞാൻ വെട്ടി. നമ്മുടെ ആളുകളെ മഞ്ചേരി സ്റ്റേഷനിൽ സറണ്ടർ ആവാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീലിനെ വിട്ട് ജാമ്യത്തിലെടുത്തേക്ക്. ശരി. ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കോയിത്താനം ഗ്രാമത്തിലെ പാലം ബോംബ് വെച്ച് തകർത്തതിനാൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമാകാതിരിക്കുവാൻ വേണ്ടി കോത്തല, കോയിത്താനം, പുരോപ്പട, ആലാമ്പള്ളി എന്നീ മേഖലകളിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരും വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ പാടില്ല. നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കുഞ്ഞുങ്ങളില്ലാത്ത നിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ആശ്വാസമായിരുന്നു. നിന്നെ അന്വേഷിച്ചാരും വരാൻ പാടില്ലെന്ന് ഞങ്ങളെല്ലാവരും ദിവസവും മനന്നൊന്ത് പ്രാർത്ഥിക്കുമായിരുന്നു മോനെ. നീ എപ്പോഴും ഞങ്ങളുടെ സ്വന്തമാകാൻ വേണ്ടിയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്ത പരാതി തിരിച്ചു വാങ്ങിച്ചത്. മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ കരയുന്നത്? ഇങ്ങോട്ട് നോക്ക്. എന്ന് ഞാൻ തന്നെയാ മുത്തശ്ശിയുടെ പേരക്കുട്ടി. മുത്തശ്ശി കരയണ്ട, കരയണ്ട, കരയരുത്. കരയണ്ട എന്ന് പറഞ്ഞില്ലേ? കരയണ്ട, നിർത്ത്. കരയണ്ട, തുടക്കി. എടാ നീ സ്ഥലം വിട. നീ വന്ന കാര്യം തീർന്നില്ലേ? സന്തോഷമായില്ലേ? തൃപ്തിയായല്ലോ? വേഗം സ്ഥലം വിടാൻ നോക്ക്. വേലു, നിനക്ക് വേണ്ടി അമ്മ. ആ ഫോട്ടോ ഉണ്ടോ നീ? അതിലുള്ളതാ എന്റെ അച്ഛൻ, അതാണ് എന്റെ അമ്മ. ഇതെന്റെ മുത്തശ്ശി, വലിയച്ഛൻ, വലിയമ്മ, എന്റെ അനിയത്തിമാര്. ഇതാണ് എന്റെ കുടുംബം. നീ പോ ഇവിടുന്ന്. ഒരു പ്രാവശ്യം നീ അമ്മയെ വന്ന് കാണണം വേലു. ഏയ്, എന്നെ പെറ്റവരാരും ആയിക്കോട്ടെ, അവർക്ക് ആർക്കും വേണ്ടി എന്റെ മുത്തശ്ശിയും കുടുംബത്തെ വിട്ട് എനിക്ക് വരാനാവില്ല. എനിക്കൊരു കൂടപ്പിറപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്തെങ്കിലും അവനെ തേടി കണ്ടുപിടിക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് നീയാണ് എന്റെ ചേട്ടൻ അറിഞ്ഞതിന് ശേഷം
എന്നെ ഇവിടെ വിട്ടേച്ച് പോകാനാണോ വിധി? ശരി, സാരമില്ല. 2 ദിവസമെങ്കിലും ഞാനിവിടെ ഒന്ന് താമസിച്ചോട്ടെ. ഇപ്പൊ തന്നെ എല്ലാവരും മനസ്സിനെ നീ വേദനിപ്പിച്ചു. ഇവിടെ നിന്നാ എല്ലാവരുടെ മനസ്സും വിഷമിക്കും. വേലേ, നിക്ക് മോനെ. 2 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും നീ ഇവിടെ താമസിച്ചു. മുത്തശ്ശി, വേണ്ട മുത്തശ്ശി. നീ ഒന്ന് വെറുതെ ഇരിക്കെ. നീയോ ഈ വീട്ടിലെ കുഞ്ഞ. വാ മോനെ, വാ. നോക്ക്, ഇവനകത്ത് വിളിച്ചുകൊണ്ട് പോയി കഴിക്കാൻ വയറ് നിറച്ചും കൊടുക്കും. പോ മോനെ. ഡാ, കണ്ടില്ലേടാ, നിങ്ങളുടെ രണ്ടിനെ കൈ പോയതുകൊണ്ട് ചേട്ടൻ നേരിട്ട് കാണാൻ വന്നിരിക്കുക. ഒരുപാട് വേദനിക്കണ്ട. കൈ പോയ വേദനിക്കാതെ മതിരിക്കോടാ. നീക്ക് എന്തിനാണ് ജീവിച്ചിരിക്കണേ? ചത്തുടാ. എന്റെ ഗുണ്ടകളെ കണ്ടില്ലേ? അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ 10 ലൂരി എറിയണ്ടാ. നീക്ക് എന്തിനാ പിന്നാലെ ഓടിയത്? ഡോക്ടർ മോഹൻദാസേ, എന്താടാ ഈ വേഷം എടുത്തിട്ടാ ഞാൻ അറിയിക്കാന്ന് വിചാരിച്ചാ? മുതലാളി, നമ്മുടെ ആൾക്കാരുടെ കിളികളൊക്കെ ചത്തുപോയി. കഴുക് പോലെയുള്ള 15 പേരെ തൃശ്ശൂർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെ കിട്ടാൻ എളുപ്പമാ. എടോ, ഇവരെല്ലാരും നമ്മുടെ ആൾക്കാരാ. ഇവരെത്ര അടി കൊടുത്താലും വാങ്ങിച്ചോളൂ. നീ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് എന്നെ കൊല്ലം നോക്കാണല്ലേ? അല്ല, നിനക്ക് എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാം തൃശ്ശൂരുള്ള ആൾക്കാരെ കുറിച്ച്? നിന്റെ ജന്മസ്ഥലം എവിടെയാ? തൃശ്ശൂരിനടുത്താ. ഓ, തൃശ്ശൂരിനടുത്താ അല്ലേ? ഒരു വലിയ കുടുംബക്കാരനല്ലേ? ചേട്ടാ, നാട്ടിൽ 144 പ്രഖ്യാപിച്ചിരിക്കുക. സൂക്ഷിച്ചു പോണേ, എല്ലായിടത്തും പോലീസുകാരാ. പോലീസോ? ഞാൻ എത്ര പോലീസിനെ കണ്ടിട്ടുള്ളതാ? മിലിറ്ററിക്കാരെ വരെ ഞാൻ നേരിടുന്നവനാ. എന്റെ അടുത്ത് പോലീസ്. നീ ഏതാടാ? നിന്റെ വീട് എവിടാ? ഇവിടെ തന്നെ ഉള്ള കയ്യിലെന്താടാ? സാർ, പുളിഗുരു എന്നാ പറഞ്ഞത്. ഓ, ഒന്നും പറയുന്ന അങ്ങോട്ട് കേക്കത്തില്ല. അതിനു മുമ്പ് ചെവിക്കരണത്താ വീഴ്ക്കുന്നത്. ഇത് വെറും പുളിക്കുരു അല്ലേ? ഇതിനെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? 24 മണിക്കൂർ ഞാൻ ഇല്ലാത്തപ്പോ എന്തൊക്കെയോ സംഭവിച്ചു. 144 പ്രഖ്യാപിച്ചുകൊണ്ട് ആരും പുറത്തേക്ക് പോകാൻ പറ്റില്ല. പ്രധാനമായിട്ടും വാസു പോകാതെ നോക്കണം. കാരണം അവൻ ചക്രമണിയുടെ കൈ കുടുങ്ങാൻ പാടില്ല. ശാന്തി, ഇവിടെ വേലുവിന്റെ കൂട്ടം ഒരു ഡൂപ്പ് വന്നെന്ന് പറഞ്ഞു. എവിടെ അവൻ? ആരാ? നമ്മുടെ വാസു ചേട്ടനോ? വാസു ചേട്ടനോ? ഒരു കുത്തു തന്നുണ്ടല്ലോ. എവിടെ അവൻ? എടാ വാസു, അന്ന് എറണാകുളത്ത് കണ്ടപ്പോ താടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇവിടെ വന്ന് വേലുവിന്റെ വിട്ട് പൊട്ടും തൊട്ടും നടക്കുന്നേ? അതെ, ഞാനാടാ വേലു. അപ്പൊ അവനാണോ വാസു? എടാ, എന്തിനാടാ എന്റെ ഷർട്ട് എടുത്തിട്ട്? അത് പിന്നെ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ആ ബസ്സിൽ പോയില്ലേ എന്ന് വെച്ച് നീ എന്റെ ഡ്രസ് ഇട്ട് എല്ലാരും പറ്റിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ 2 മാസത്തിൽ മരിച്ചു പോവേ. എന്താടാ പറയുന്നേ? അതെ മുത്തശ്ശി, എന്റെ ഹാർട്ടിൽ ഇത് ഇത്രയും വലിയ ഓട്ട ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഹലോ, ഹൃദയം ഇത്രയേ ഉള്ളൂ, അതിലെന്തോ ഇത്രയും വലിയ ഓട്ട? ഡോക്ടറിന്റെ നമ്പർ ഇതാ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്റെ ഹാർട്ടിൽ ഓട്ട ഉണ്ട്. ഡോക്ടർ അവിടെ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുപോയത്. ആ ഡോക്ടറിന്റെ വൈഫിന്റെ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. അവരോട് ഞങ്ങൾ ഫോൺ ചെയ്ത് സോറി ശാന്തി, ഡോക്ടർ മരിച്ചു പോയി വരും അറിഞ്ഞ്. ഡോക്ടറുടെ ഭാര്യ അവിടെ വെച്ച് തന്നെ മരിച്ചു. നീ ആ ആശുപത്രിയിലെ നമ്പർ ഇങ്ങതാ, ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. എന്താ ചിറ്റേത്? ഡോക്ടറും വൈഫൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേഴ്സുമാരെല്ലാം കൂടി ആ ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ രോഗികളെയൊക്കെ റോഡിൽ കൊണ്ടുപോയിട്ടു. ഗ്രാമത്തിലുള്ളവരൊക്കെ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരാണെന്നുള്ള വിചാരം നിനക്ക് വല്ലതും ഉണ്ടോ? എന്താടേ കുട്ടാ, അകത്ത് BP അധികമാണല്ലോ. ബോഡിയും വീക്കാ. യു ഷുഡ് ടേക്ക് കെയർ. ആരോടാടാ നീ വീക്ക് എന്ന് പറഞ്ഞത്? ഈ സ്റ്റീൽ ബോഡി കാണുമ്പോ നിനക്ക് വീക്ക് എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു വിടില്ല. അയ്യോ അയ്യോ, ചിറ്റപ്പന്റെ കൈ കൊണ്ട് നിന്റെ പണി തീരും. ജയ് ഹിന്ദ്, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. വല്യമ്മായി വെച്ച ചട്നിയുടെ കളർ ചുവപ്പ്, ചെറിയമ്മായിയുടെ പുതിന ചട്നി പച്ച കളർ, പിന്നെ ചിറ്റപ്പന്റെ മനസ്സ് പോലെ നടുവിൽ വെള്ളയും. വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് കണ്ടില്ലേ? ഈ വീട്ടിലുള്ളവർ ഒരു ദേശഭക്തിയെ എനിക്ക് വയ്യ. ചേട്ടാ, നല്ല ഉടുപ്പാ ചേട്ടാ.